ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 25 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് യാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് യാനിക് സിന്നർ. രാജ്യമേതാണ്? ഇറ്റലി. അടുത്ത ചോദ്യം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അരീന സബലെങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് അരീന സബലെങ്ക. ഏത് രാജ്യമാണ്? ബെലാറസ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ചെറിയൊരു കോഡൂടെ പറയാം. ഓസിന് ഡിന്നറിന് അരി കൊടുത്തു. എന്താണ്? ഓസിന് ഡിന്നറിന് അരി കൊടുത്തു. അപ്പോൾ നമുക്ക് ഓസ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടൂലേ? ഡിന്നർ എന്ന് പറയുമ്പോൾ എന്താണ്? സിന്നർ, യാനിക് സിന്നർ. പിന്നെ അരി കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ്? അരീന സബലെങ്ക. അങ്ങനെ കണക്ട് ചെയ്തുകൂടി. ഓസിന് ഡിന്നറിന് അരി കൊടുത്തു. ഡിന്നർ എന്ന് പറയുമ്പോൾ യാനിക് സിന്നർ, അരി കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതാണ്? അരീന സബലെങ്ക. അടുത്തൊരു രാജ്യം കൂടെ ഓർത്ത് വയ്ക്കണം. ഡിന്നറിന് നമുക്ക് എന്തോന്ന് കിട്ടി? ഇഡ്ഡലി. അപ്പോൾ ഡിന്നർ ഇറ്റലി, ഇറ്റലി അങ്ങനെ കണക്ട് ചെയ്തുകൂടി. പിന്നെ അരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല ബലം കിട്ടൂലേ? അപ്പോൾ അരീന സബലെങ്ക, ബെലാറസ്. ഇങ്ങനെ കണക്ട് ചെയ്തുകൂടി. അടുത്ത ചോദ്യം നോക്കാം. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ, അതായത് ഏപ്രിൽ 7 പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും അധികാരമേറ്റ നേതാവാണ് നിതീഷ് കുമാർ. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി എത്രാം തവണ? 9ാം തവണയും അധികാരമേറ്റ നേതാവാണ് നിതീഷ് കുമാർ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് യാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ആരാണ്? അരീന സബലെങ്ക. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും അധികാരമേറ്റ നേതാവാണ് നിതീഷ് കുമാർ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ നാവൊക്കെ കൊണ്ടല്ലേ നമ്മൾ ഓരോന്ന് പറഞ്ഞ് പഠിക്കുന്ന ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എന്നാണ്? 2024 ജൂൺ 9. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം 2024 ജൂൺ 9. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരമാണ് പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരമാണ് പൂനെ. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? 8.2%. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2%. 3ാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 72. 3ാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം 72. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എന്നാണ്? 2024 ജൂൺ മാസം 9-ാം തീയതി. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലയിൽ വന്ന നഗരം ഏതാണ്? പൂനെ. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? 8.2%. 3ാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 72. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? എസ് മോഹനകുമാർ. ചന്ദ്രയാൻ 3 എല്ലാം വെച്ചുള്ളതാണ്. 3ൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? എസ് മോഹനകുമാർ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ആര്? ജ്യോതി രാത്രെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ജ്യോതി രാത്രെ. അത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മളിപ്പം രാത്രി റെസ്റ്റ് എടുക്കാതെയാണ് കയറിയത്. അങ്ങനെയാണ് പെട്ടെന്ന് കീഴടക്കിയത് കേട്ടോ. രാത്രി റെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി രാത്രെ. യൂണിസെഫിൻ്റെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടിയാണ് കരീന കപൂർ. യൂണിസെഫിൻ്റെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടിയാണ് കരീന കപൂർ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദിയാണ് അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അബുദാബി. അപ്പോൾ രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടറാണ് എസ് മോഹനകുമാർ.
എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ആര്? ജ്യോതി രാത്രെ. യൂണിസെഫിൻ്റെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടിയാണ് കരീന കപൂർ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യമാണ് UAE. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? UAE. 2023 ICC ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാണ് വിരാട് കോഹ്ലി. 2023 ICC ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, വിരാട് കോഹ്ലി. 2023 ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാണ് ഉസ്മാൻ ഖ്വാജ, അല്ലെങ്കിൽ ഉസ്മാൻ ഖവാജ എന്നും പറയും കേട്ടോ. 2023 ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാണ് ഉസ്മാൻ ഖവാജ. ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഇത് രണ്ട് മാറിപ്പോകാതെ പഠിക്കണം. ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരം വിരാട് കോഹ്ലി. എന്നാൽ നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാരാണ്? ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖവാജയുമാണ്. നാറ്റോ സൈനിക സഖ്യത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ. നാറ്റോ സൈനിക സഖ്യത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ. 2024 G7 ഉച്ചകോടി വേദി എവിടെയാണ്? ഇറ്റലി. 2024 G7 ഉച്ചകോടി വേദി ഇറ്റലി. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യമാണ് UAE. 2023 ICC ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാരാണ്? വിരാട് കോഹ്ലി. 2023 ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാണ് ഉസ്മാൻ ഖവാജ. നാറ്റോ സൈനിക സഖ്യത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. മോക്കര മൈ ഹോം എന്ന ഭവന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. മോക്കര മൈ ഹോം എന്ന ഭവന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതെന്ന് ചോദിച്ചതാണ്? ലക്നൗ. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതാണ്? ലക്നൗ. നമുക്കിപ്പോൾ AI സിറ്റിയൊക്കെ ആയിട്ട് വികസിപ്പിക്കുന്ന നമുക്കിതൊരു ലക്കായിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെ നമുക്ക് ലക്നൗ കണക്ട് ചെയ്തുകൂടി. ഇന്ത്യയുടെ ആദ്യ AI സിറ്റിയെ വികസിപ്പിക്കുന്ന നഗരമാണ് ലക്നൗ. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സുഹൃത പോൾ കുമാർ. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? സുഹൃത പോൾ കുമാർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. അപ്പോൾ നമ്മുടെ 50ാമത്തെ വ്യക്തിയാവാൻ വേണ്ടി ഇത് അദ്വാനിച്ചിട്ടാണ് കിട്ടിയത്. അങ്ങനെ കണക്ട് ചെയ്തുകൂടി. 50ാമത് വ്യക്തി അദ്വാനി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? മുംബൈ. 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് മുംബൈ. അപ്പം മോക്കര മൈ ഹോം എന്ന ഭവന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതാണ്? ലക്നൗ. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സുഹൃത പോൾ കുമാർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? മുംബൈ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.